സിനിമയാണ്. ധ്യാനിൻ്റെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി. അത് നല്ലോണം എക്സ്പെക്ട് ചെയ്യുന്നതിന് മുകളിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹ്യൂമറസ് റോളല്ല, അവൻ്റെ അടികപ്പേര സ്റ്റൈലിൽ അങ്ങനെ ഒരു ഹ്യൂമറസ് റോളേ അല്ല, സീരിയസ് റോളാണ്. എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ സിജു വിൽസൺ നല്ല പെർഫോമൻസ് ആയിരുന്നു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട് വൺ ടൈം വാച്ച് മൂവി. ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽ ജീൻ ചെയ്യാൻ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ നായകനെ വരുന്ന ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ റിലീസാണ്. സിനിമയുണ്ടെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. ഇഷ്ടപ്പെട്ടായിരുന്നു? ധ്യാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മൂവിയാണ്. ഒരു കോമഡി ഓറിയന്റഡ് ആണോ? കോമഡി ഉണ്ട്, അല്ലാണ്ട് കുറച്ച് അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ ലൈക്ക് അങ്ങനത്തെ മൂവീസ്. പക്ഷെ കോമഡി ഉണ്ട്. പ്രോപ്പറാനുണ്ട്. നല്ല പടം, നല്ല പടം. ധ്യാൻ ശ്രീനിവാസൻ നന്നായിട്ട് എടുത്തു പറയാൻ സിനിമയ്ക്കകത്ത് എടുത്തു പറയാൻ നല്ല സിനിമ. ധ്യാൻ ശ്രീനിവാസൻ്റെ അടുത്ത് കണ്ട നല്ല കുഴപ്പമില്ല. എടുത്തു പറയാൻ എടുത്തു പറയാന്ന് വെച്ചാൽ എല്ലാവരുടെയും അഭിനയം കൊള്ളാം. അതായത് മറ്റേ ധ്യാനാണെങ്കിലും സിജു വിൽസൺ ആണെങ്കിലും പുള്ളിയുടെ ഫൈറ്റൊക്കെ കൊള്ളാം. നല്ല രസമുണ്ട്. നല്ല സിനിമയാണ്. ധ്യാനിൻ്റെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി. പിന്നെ മോർ ദാൻ ധ്യാൻ നല്ല സിനിമറ്റോഗ്രാഫിയാണ്, നല്ല നൈറ്റ് ഷോട്ട്സ്, നല്ല BGM, കണ്ടിരിക്കാൻ പിന്നെ പറ്റിയ നല്ലൊരു ഡിറ്റക്റ്റീവ് സിനിമ. പുള്ളിയുടെ തിരിച്ചുവരവല്ലേ നല്ലൊരു ക്വാളിറ്റി സിനിമ ചെയ്ത നല്ലൊരു ക്വാളിറ്റി സിനിമയാണ്. യെസ്, ഓക്കെ. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട് വൺ ടൈം വാച്ച് മൂവി. ധ്യാനൊക്കെ എങ്ങനെ? ധ്യാനൊക്കെ നല്ല ക്യാരക്ടറൊക്കെ നല്ല പടം കൊള്ളായിരുന്നു ബ്രോ. വൺ ടൈം വാച്ച് മൂവി ആയിരുന്നു. ധ്യാൻ്റെ നല്ല ആക്ടിങ് തന്നെയായിരുന്നു. ഓക്കെ ആയിരുന്നു മൂവി. പുള്ളിയുടെ കുറേ നാൾക്ക് ശേഷം നല്ലൊരു പടം തന്നെയാണ്. പുള്ളിക്കാരൻ്റെ നല്ലൊരു പടം വൺ ടൈം വാച്ച് മൂവി ആയിരുന്നു. ഓക്കെ ആയിരുന്നു, നല്ല പടമായിരുന്നു, കൊള്ളായിരുന്നു. എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ സിജു വിൽസൺ നല്ല പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ആ പടത്തിന് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി അഭിനയിച്ച് ധ്യാനല്ല ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഇൻസ്റ്റയിൽ അമീൻ അവരുടെ ഗ്യാങ് നല്ല പെർഫോമൻസ് ആയിരുന്നു. അമീനൊക്കെ ഒരുപാട് എന്താണ് നല്ല കൂടുതൽ കോമഡി ഓറിയന്റഡ് തന്നെയാണ് സിനിമ. കോമഡി ഓറിയന്റഡ് അല്ല, കോമഡിക്ക് പുറമെ ത്രില്ലറാണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും പുള്ളിയിൽ നിന്ന് ഒരു എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഹ്യൂമറസ് റോളാണ്. അപ്പോൾ അങ്ങനെ ഒരു റോളേ അല്ല തികച്ചും ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. സീരിയസ് റോളാണ്. പക്ഷേ ഇന്റർവ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ധ്യാനിനെ നമ്മൾ ഒരിക്കലും ഒരു നടനായിട്ട് ഇപ്പോൾ കാണുന്നില്ല, നമ്മളൊരു കൂട്ടുകാരൻ. പക്ഷെ പുള്ളി ഇതിനകത്ത് നല്ലോണം എക്സ്പെക്ട് ചെയ്യുന്നതിന് മുകളിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹ്യൂമറസ് റോളല്ല, അവൻ്റെ അടികപ്പേര സ്റ്റൈലിൽ അങ്ങനെ ഒരു ഹ്യൂമറസ് റോളേ അല്ല, സീരിയസ് റോളാണ്. പിന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട് പടത്തിൽ. അപ്പോൾ അത് കണ്ടിട്ട് അത് അത്രയ്ക്കും വലിയ ഈ സിനിമയായിട്ട് കണക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ നല്ലതാണ്, ഒരു കൺസെപ്റ്റ് വെക്കുന്നുണ്ട്. എന്താ പറയുക എടുത്തു പറയാൻ വേണ്ടി? കുഴപ്പമില്ല, നൈസാണ്. ക്രൈം ത്രില്ലറാണ്, നൈസാണ്.